മംഗള ലക്ഷദ്വീപ് ട്രെയിനിൽ നിൽക്കുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടതാണ്. പക്ഷേ പുള്ളിയുടെ ആ ഒരു ആഗ്രഹങ്ങൾ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ പിറ്റേ ദിവസം ട്രെയിനിലാണ്. ഞാൻ ജനറലിൽ നിന്ന് നല്ല ടീമിനോട് പറഞ്ഞ് സീറ്റ് മാറി ഒരു 500-600 എക്സ്ട്രാ കൊടുത്തു. പറ്റുന്നില്ല, ജനറലിൽ കഷ്ടപ്പാടാണ്. പിന്നെ ഞാൻ പൻവേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ വന്ന് ഒരു കേക്കും വെള്ളത്തിന്റെ ബോട്ടിലും വാങ്ങിച്ചു. ഇതാണ് AC എക്കണോമിയാണ് ഞാൻ കയറിയിട്ടുള്ളത്. ജനറലിന്റെ അവസ്ഥ മൊത്തം കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ഒന്ന് ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും നേരെ പറ്റിയിട്ടില്ല ജനറൽ. അമ്മാതിരിയാണ്. രാത്രി ഉറക്കം കറക്റ്റ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് മാറിയത്. ഉറക്കില്ലെങ്കിൽ ട്രിപ്പ് ഉണ്ടാവൂല. എനിവേ അതൊക്കെ ഇപ്പൊ ഓക്കെ ആയി. ഇപ്പോ നല്ല നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അഡ്ജസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. കുറെ ആൾക്കാർ ഫുഡൊക്കെ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തത്. പക്ഷെ ഞാന് പുറത്തുനിന്ന് ഓർഡർ ചെയ്തില്ല. കാരണം ട്രെയിനിലുണ്ടെങ്കിൽ ഞാൻ അധികം കഴിക്കാറില്ല. പിന്നെ എന്റെ ട്രിപ്പും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് കുറെ ഞാൻ ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനങ്ങനെ ട്രെയിൻ കയറി. ട്രെയിനിന്റെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. നല്ല കിടന്നിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഞാനിതാ ഒരു കേക്ക് ഉണ്ട്. ഈ കേക്ക് കഴിക്കണം. എനിക്ക് കുറച്ച് വെയിറ്റിംഗ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ ഒരു വൈകുന്നേര സമയത്ത് നമ്മൾ ഡൽഹിയിലേക്ക് എത്തും. ഡൽഹിയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങാനും അത് കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് ഗോരഖ്പൂരിലേക്ക് ട്രെയിൻ ഉണ്ട്. ആ ട്രെയിന് എത്ര മണിക്ക് കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഡൽഹി എത്തിയിട്ട് വേണം നോക്കാൻ. എന്തെങ്കിലും ഇപ്പോൾ അപ്പുറത്ത് കുറച്ച് മലയാളീസിനെ പരിചയപ്പെട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ആൾക്കാരെ കിട്ടി. അതൊരു എന്റർടൈൻമെന്റ് ആണ്. കണ്ണൂരിലെ ആൾക്കാരാണ്. ഇപ്പൊ അവര് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാനിതും കഴിക്കാൻ വന്നു. ഇതൊക്കെ കഴിച്ച് അമ്മമാരുടെ അടുത്ത് പോയിട്ട് വീണ്ടും ഒന്നിച്ച് അങ്ങനെയൊക്കെ പരിപാടി. എന്റെ മോനെ എമ്മാതിരി വ്യൂ എന്നറിയോ ഈ സൈഡില്. അതിന്റെ ഇടയിൽ ഒരു അടുത്ത ഈ വീട്ടിലുള്ള പണി നടന്നുകൊണ്ടുണ്ട്. അടുത്ത ട്രാക്കിന് വേണ്ടിട്ട് ഞാൻ കാട്ടിച്ചതാ. ഇത്ര നേരം നല്ല നല്ല കണ്ടോണ്ടേ അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തതാ. നോക്കിയാ ഫുള്ള് ഗ്രീനറി ആയിട്ട് ആ ഒരു മൗണ്ടൈൻ്റെ ചെരിയിലൂടെ ഇങ്ങനെ നമ്മൾ പോവാണ്. ഐ തിങ്ക് അടുത്ത സ്റ്റേഷൻ എത്തിയത്. വണ്ടി സ്ലോ ആവുന്നുണ്ട്. ഐ ഡോണ്ട് നോ. അപ്പുറത്ത് നോക്കിങ്ങളതാ. നോക്കിയേ സുന്ദര. നോക്കിയ ഇവിടുത്തെ ആ ഒരു ചെറിയ വില്ലേജും. ഇത് ഡൽഹിയിലേക്ക് പോകുന്ന വഴിയാട്ടാ. എവിടെ എത്തുന്ന വെച്ചാൽ എനിക്ക് എക്സാക്ട് അറിയില്ല. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാ. സമയം ഏകദേശം 6 ആയിക്കൊണ്ട് വന്ന് എന്റെ മുഖക്കൊന്ന് നോക്കിയ ഫുള്ള് ഡാർക്ക് അടിച്ച്. ഡാർക്ക് പ്രശ്നമല്ല, അതെന്തായാലും ഉള്ളത് തന്നെയാണ്. ഇനി അങ്ങോട്ട് ആവാനുള്ളതാണ്. പക്ഷെ ഈ ഓയിലി ടൈപ്പായിട്ട് ആകെ ഒരു അൺകംഫർട്ടാണ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അവർ തന്ന ഒരു സോപ്പ് ഉണ്ടല്ലോ, ഞാൻ ലാസ്റ്റ് ടൈം എടുത്തത്, അതിപ്പോ യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ഗ്ലൂട്ടാത്തോണ്ട് ഞാനത് ഇതൊന്ന് യൂസ് ചെയ്തോട്ട്. ഓക്കെ, പൈസ അങ്ങനെ ഫേസ് വാഷ് കഴിഞ്ഞ് ഇപ്പൊ വൈറ്റ് നോക്കണ്ട. വൈറ്റ് ലൈറ്റിൻ്റെതാണ്. വൈറ്റ് അടിച്ച് കാണുന്ന ഫേസ്. മറ്റേ ഡാർക്ക്നെസ്, ആ ഒരു ഓയിലി ഉണ്ടല്ലോ, ആ സംഭവം പോയി കിട്ടുക. ഒന്ന് ഗ്ലാസ്സിൽ തന്നെ നോക്കിയോ നിങ്ങള്. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നോക്കുമ്പോ എങ്ങനെയുണ്ട് ഇപ്പോൾ ഉള്ള ഡിഫറൻസ് നോക്കിയാൽ? അത്യാവശ്യം ഓക്കെ ആണ്. അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ഇത് ഡെയ്റ ബ്യൂട്ടി എന്ന് പറയുന്ന അവരെന്നാണ് ഞാൻ ഈ സംഭവം വാങ്ങിച്ചത്. ഇവർ ഇത് മാത്രമല്ല, ഒരു സൺസ്ക്രീനും ഉണ്ട്. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നാളെ തൊട്ട് യൂസ് ചെയ്യാൻ തുടങ്ങണം. ഇപ്പൊ നമ്മള് മധ്യപ്രദേശ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു ഉച്ചയാകുമ്പോൾ ഡൽഹിയിലേക്ക് എത്തുക. പറഞ്ഞ പോലെ തന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു. രാത്രിക്ക് ഇപ്പൊ എന്തെങ്കിലും റൊട്ടിയോ മറ്റും ഓർഡർ ചെയ്യണം, ഇല്ലെങ്കിൽ പട്ടിണിയാവും.
അത്യാവശ്യം നല്ല സീനറി ആയിട്ടാണ് ഈ ഭാഗമുള്ളത്. ഇതുവരെ മറ്റേ കോണില്ലേ നമ്മളെ ചോളം, അതിന്റെ കൃഷിയായിരുന്നു. ഇപ്പൊ ഇത് എന്ത് സംഭവം എനിക്കറിയില്ല. ഇപ്പൊ വേറെ എന്തോ ഒരു കൃഷിയാണെന്ന് തോന്നിയത്. എനിവേ റൂം മാറിയത് കൊണ്ട് ഒരു സമാധാനം ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിലിരുന്ന് കഷ്ടപ്പെട്ട് അതൊരു നമ്മൾ നാട്ടിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ 2000 രൂപയോളം വന്നു. ഇതിപ്പോൾ നമുക്കൊരു 800-900 രൂപയിലാണ് എനിക്കിതിപ്പോ ഓവറോൾ എനിക്ക് ആയിട്ടുള്ളത്. എങ്ങനെ നോക്കിയാലും ലാഭം തന്നെയാണ്. സോപ്പ് കണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയി തോന്നുന്നു. കണ്ണ് വ്യത്യസ്തം. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അത്യാവശ്യം നല്ല റീച്ച് കയറിക്കൊണ്ടുണ്ട്. അതേപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ട്രിപ്പ് പോകുന്നത് പണ്ട് കയ്യിൽ വെച്ചിട്ട് കാര്യങ്ങളൊന്നുമല്ല. അക്കൗണ്ടിൽ നോക്കിയാൽ അറിയാം കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരു ധൈര്യം വെച്ച് ഞാനിങ്ങനെ പോവാണ്. ധൈര്യം എന്തെന്നറിയില്ല, ഒരു മനുഷ്യനൊരു ധൈര്യമുണ്ട്. അതും വെച്ച് ഞാൻ ഇറങ്ങാം. പണ്ട് കയ്യിലില്ല, കയറണമെങ്കിൽ മിനിമം 10-15,000 വേണം. അതൊന്നും കയ്യിൽ ഉണ്ടായിട്ടല്ല ഞാൻ ഇറങ്ങുന്നുള്ളത്. മനസ്സിനൊരു ധൈര്യമുണ്ട്. എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ ആയിട്ട് മുകളിലേക്ക് എത്തും, ആ മലേൻ്റെ മുകളിലേക്ക് ഫണ്ട് വേണം എന്നുള്ള ആ ഒരു ധാരണ എൻ്റെ മൈൻഡിലില്ല. അങ്ങനെ പോകുന്നുണ്ട്. നമുക്കറിയില്ലല്ലോ. ഒരു ചേട്ടനെ കിട്ടിയിട്ടുണ്ട്, അയാൾക്കെന്തോ പറയാനുണ്ടത് പറഞ്ഞോ. ഞാൻ മംഗള ലക്ഷദ്വീപ് ട്രെയിനിൽ നിൽക്കുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടതാണ്. പക്ഷേ പുള്ളിയുടെ ആ ഒരു ആഗ്രഹങ്ങൾ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഇതുപോലത്തെ ചെറുപ്പക്കാർ ഇതിലേക്ക് വരുന്ന വെച്ചാൽ ഞാനൊരു അഡ്വക്കേറ്റാണ്. ഇപ്പോൾ ഞാൻ ഡൽഹി പോവാണ്. അവിടെ ഡൽഹി മെട്രോപൊളിറ്റൻ യൂണിവേഴ്സിറ്റി അവിടെ ഒരു കേസുണ്ട്. ഇതുപോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും ചെറുപ്പക്കാർ, ഇത്രയും ഒരു സൂപ്പർ എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവർ കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മളൊന്നും ഇതാക്കാതെ ഒരു ഫിനാൻഷ്യലായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ഞാൻ പുള്ളി ഒന്നും ഇതായിട്ട് പറഞ്ഞല്ല, അത് ഓൾ സപ്പോർട്ട് ചെയ്യും. പുള്ളിയാണ് പറഞ്ഞത്. നന്ദി. പറയാൻ പറ്റുമായി. ഞാൻ പുറത്തുനിന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പൂരിയും പിന്നൊരു സബ്ജി എന്ന് പറയുന്നുണ്ട്. എന്തിൻ്റെ നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ സാധനം ടേസ്റ്റ് ഉണ്ടാവും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പറയാ, ഈ നമുക്ക് പൂരി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് കുറച്ചും ഉണങ്ങിന്, പക്ഷെ കറി ടോപ്പാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഉച്ചക്കൊന്നും കഴിച്ചില്ല. അപ്പൊ ഇപ്പൊ ചിലപ്പോൾ വിശന്നുണ്ടായിരിക്കും ഇത്രയും പൈപ്പ് കൂടുതൽ. എനിവേ സാധനം കൊള്ളാം. എല്ലാവരും കഴിക്കുന്ന സമയം തന്നെയാണ് ഈ സ്റ്റേഷനിൽ ഇറങ്ങി എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാനും വാങ്ങിച്ച്. കുറേ ആൾക്കാർ സ്വിഗ്ഗി കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ലാസ്റ്റ് ടൈം ഞാനും അങ്ങനെ ചെയ്തത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ചെയ്യുന്നില്ല. സ്വിഗ്ഗി കാര്യങ്ങൾ എങ്ങനെ ഓർഡർ ചെയ്താലും എങ്ങനെ നോക്കിയാലും 200 രൂപ മിനിമം. ഇതിപ്പോൾ 50-60 രൂപയിൽ റെഡി ആകുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ളതും ഇതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ.